പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം തരം വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അരക്കൊല പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂചന अकाल और उसके बाद कविता की ये पंक्तियां पढ़ें और प्रश्न 15 से 17 तक के प्रश्नों के उत्तर लिखे. 15, 16, 17 ഇനിയുള്ള 3 ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ अकाल और उसके बाद എന്ന് പറയുന്ന കവിത അല്ലേ, നാഗാർജുൻ്റെ കവിതയാണ്. कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. അപ്പോൾ എത്രയോ ദിവസങ്ങളായി ചൂൽഹ അടുപ്പ് കരയുകയാണ്, കാരണം അടുപ്പ് കത്തുന്നില്ല. ചക്കി രഹി ഉദാസ്, അരകല്ല് തിരികല്ല് ധാന്യം പൊടിക്കുന്ന കല്ല് വളരെ ദുഃഖിതയായിരിക്കുകയാണ്, കാരണം അത് അതിൻ്റെ അകത്ത് ധാന്യം പൊടിക്കുന്നില്ല. അപ്പോൾ അത് ദാരിദ്ര്യത്തിൻ്റെ സൂചനയാണ് അല്ലേ. അകാൽ ക്ഷാമത്തിൻ്റെ സൂചന തരുന്നു. കൈ ദിനോന്തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, ഈ അടുപ്പിൻ്റെയും അരകല്ലിൻ്റെയും അടുത്ത് ദിവസങ്ങളായി ഒറ്റ കണ്ണുള്ള നായ, വളരെ ശോഷിച്ച ക്ഷീണിച്ച ദുർബലനായ നായ അതിൻ്റെ അടുത്ത് ഭക്ഷണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ദാരിദ്ര്യവും ക്ഷാമവും ഈ 2 വരിയിൽ വ്യക്തമാകുന്നു. കാനി കുത്തിയ അല്ലേ, സമ്പന്നരായ ആൾക്കാർ ഒരിക്കലും കാനി കുത്തിയ ഒറ്റക്കണ്ണുള്ള ദുർബലനായ നായനെ വളർത്തൂല. അപ്പോൾ ഈ ദരിദ്ര കുടുംബത്തിൽ ജോമ്പടി കുടിലിൽ ഒരു ഒറ്റക്കണ്ണുള്ള നായയാണ് വളർത്തുന്നത്. അത് ഭക്ഷണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അടുപ്പിൻ്റെയും അരകലിൻ്റെയും അടുത്ത് കിടന്നുറങ്ങുകയാണ്. കൈ ദിനോം തക് ലഗി ഭീത്ത് പർ ചിപ്കലിയോങ്കി ഗസ്ത്, ദിവസങ്ങളായി വീട്ടിൻ്റെ ഭിത്തിയിൽ ചുവരിൽ ദീവാർ ചുമരിൽ ചിപ്കലി പല്ലികളിങ്ങനെ ഗസ്ത് കർത്തേഹെ ഉലാത്തുകയാണ് ഭക്ഷണം കിട്ടാൻ വേണ്ടി. കാരണം വിളക്ക് കൊളുത്തിയാലേ പ്രാണികൾ അതിൻ്റെ ചുറ്റും പറന്നു വരും, ആ സമയത്തെ പല്ലികൾക്ക് ഭക്ഷണം കിട്ടും. കൈ ദിനോം തക് ചൂഹോങ്കി ബി ഹാലത്ത് രഹി ശികസ്ത്, ചൂഹ എലികൾക്ക് പോലും ഭക്ഷണം കിട്ടുന്നില്ല, വീട്ടിലൊന്നുമില്ല. സഹി പ്രസ്താവ് ചുൻകർ ലിഗേ, ഘർ കെ അന്തർ ചിപ്കലിയാ കൈ ദിനോം തക് ഘൂംതി രഹി, വീടിൻ്റെ അന്തരകത്ത് ചിപ്കലിയാം പല്ലികൾ കൈ ദിനോം തക് എത്രയോ ദിവസങ്ങളായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ശരിയാണോ? ശരിയാണ്. ഘർ കെ അന്തർ ചിപ്കലിയാം കൈ ദിനോം തക് സോത്തി രഹി, സോന ഉറങ്ങുകയാണോ? അല്ല. ഘർ കെ അന്തർ ചിപ്കലിയാം കൈ ദിനോം തക് ചുപ്പ് രഹി, ചിപ്കലികൾ പല്ലികൾ മിണ്ടാണ്ടിരിക്കുന്നു. ഘർ കെ അന്തർ ചിപ്കലിയാം കൈ ദിനോം തക് ഘാത്തി രഹി, തിന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഒന്നാമത്തേതാണ് ശരി അല്ലേ. ഘർ കെ അന്തർ ചിപ്കലിയാം കൈ ദിനോം തക് ഘൂംതി രഹി. ഇനി കാനി കുത്തിയാമേ വിശേഷൺ ശബ്ദ് കോൻസാഹെ, എളുപ്പല്ലേ. കാനി കുത്തിയ ഒറ്റ കണ്ണുള്ള നായ, അതും കുത്തിയ എന്ന് പറഞ്ഞാൽ പെണ്ണായാണ്. അപ്പോൾ അതിലെ വിശേഷൺ ശബ്ദ് കാനി. കവി और कविता का परिचय देते हुए कवितांश का आशय लिखे, കവിയെക്കുറിച്ചും ഈ കവിത എഴുതിയ കവിയെക്കുറിച്ചും കവിതയുടെ പ്രത്യേകതകളെക്കുറിച്ചും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ 4 വരിൻ്റെ ആശയം എഴുതൂ. 4 മാർക്കാണ്. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഗേം, അപ്പോൾ നമ്മൾ കണ്ടു ഘർക്കെ അന്തർ ചിപ്കലിയാം കൈ ദിനോം തക് ഘൂംന, ചുറ്റിക്കറങ്ങുക, ഭക്ഷണത്തിന് വേണ്ടി ഗസ്ത് കർണേ ലഖ അല്ലെ, ഗസ്ത് കർണ ചുറ്റിക്കറങ്ങുക. അടുത്തത് കാനി കുത്തിയാമേ വിശേഷൺ ശബ്ദ് കോൻസാ ഹെ, കാനി കുത്തിയ എന്നുള്ളതിലെ വിശേഷൺ ശബ്ദ് കാനി. അപ്പോൾ ആൻസർ കാനി. കവി और कविता का परिचय देते हुए कवितांश का आशय लिखे, അപ്പോൾ നമ്മൾ ആശയം എഴുതുമ്പോൾ ഒരു ഹെഡിങ് എഴുതണം, അകാൽ അല്ലെങ്കിൽ. അപ്പോൾ ഇവിടെ ആദ്യത്തെ 4 വരിയിൽ അകാൽ അല്ലേ, ക്ഷാമത്തെക്കുറിച്ച് മാത്രമാണ് ആദ്യത്തെ 4 വരിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് അകാലിൻ്റെ ഹെഡിങ് കൊടുത്തത്. हिंदी के प्रगतिशील साहित्यकार श्री नागार्जुन की अकाल और उसके बाद कविता में 2 खंड है, 2 खंडिकകൾ ഉണ്ട്. पहले खंड की 4 पंक्तियां अकाल की अभावग्रस्तता को व्यंजित करती है, तो दूसरे खंड की 4 पंक्तियां घर में अनाज के आने और उसके बाद की चहल पहल को व्यंजित करती है. അപ്പോൾ കവിതയെ കുറിച്ച് പറഞ്ഞു. अकाल के कारण कई दिनों तक चूल्हा ठंडा पड़ा रहा, जलाया नहीं गया, चक्की भी उदास रही क्योंकि घर में पीसने के लिए अनाज नहीं रहे, വീട്ടിൽ പൊടിക്കാൻ ധാന്യമില്ല, അതുകൊണ്ട് അരകല്ല് വളരെ ദുഃഖത്തോടെ മിണ്ടാതെ ഇരിക്കുന്നു. चूल्हे और चक्की के पास इन दोनों के क्रमशः जलने और चलने की प्रतीक्षा में पड़ी कानी कुतिया आखिर सो गई. अब നോക്കുക, चूल्हे और चक्की के पास इन दोनों के क्रमशः जलने और चलने की प्रतीक्षा में पड़ी कानी कुतिया आखिर सो गई. അപ്പോൾ ഈ ചൂൽഹ കത്തും അതുപോലെ ചക്കി അരകല്ല് പ്രവർത്തിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് കാനി കുത്തിയ ഭക്ഷണവും പ്രതീക്ഷിച്ച് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്.
ഭൂക്ക് സെ തടപ്തി ചിപ്കലിയാൻ ദീവാർ പർ ഇധർ ഉധർ ടഹൽത്തി രഹി. വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടുന്ന പല്ലികൾ ചുവരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഘൂംതി രഹി ടഹൽത്തി രഹി. അവർ കൈ ദിനോം തക് ചൂഹോങ്കി ബി ബുരി അവസ്ഥ രഹി. ഒരുപാട് ദിവസങ്ങളായി എലികൾക്ക് പോലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ധാന്യമണികളോ കിട്ടുന്നില്ല. पहली 4 पंक्तियों में चूल्हे के रोने, चक्की के उदास रहने, खाना मिलने की प्रतीक्षा में कानी कुतिया के उसके पास सोई रहने, भूख से तड़पती चिपकलियों की दौड़ धूप और चूहों की बुरी अवस्था के माध्यम से സാധാരണ കിസാൻ की സാധാരണ കൃഷിക്കാരൻ്റെ അഭാവഗ്രസ്തത ഇല്ലായ്മ ഭൂക്ക് വിശപ്പ് और ബേച്ചൈനി കഷ്ടപ്പാട് को വ്യംഗ്യാത്മക ശൈലി में അഭിവ്യക്തി किया है. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി വിശ്രമമില്ലാതെ ബേച്ചൈൻ വിശ്രമമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന കൃഷിക്കാരൻ്റെ അവസ്ഥ പല്ലികൾ ഭക്ഷണത്തിന് വേണ്ടി നടക്കുന്നതിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ചൂഹ, അതുപോലെ ചൂൽഹ, അതുപോലെ ചക്കി. ഇത് ഭക്ഷണമില്ലാത്തതുകൊണ്ട് അടുപ്പ് കത്തുന്നില്ല അല്ലേ, ധാന്യങ്ങൾ പൊടിക്കാനില്ലാത്തതുകൊണ്ട് അരകല്ല് പ്രവർത്തിക്കുന്നില്ല. അതുപോലെ ആ കൃഷിക്കാരൻ്റെ അഭാവഗ്രസ്തത ഇല്ലായ്മയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. ഇൻ പങ്ക്തിയോമേം കൈ ദിനോന്തക്ക് കീ പുനരാവൃത്തി, ഒരുപാട് ദിവസങ്ങൾ എന്നുള്ളത് 4 വരിയിലും ഉപയോഗിച്ചിരിക്കുന്നു. റിക്തത എന്ന് പറഞ്ഞാൽ ശൂന്യത, ഒന്നുമില്ലാത്ത അവസ്ഥ. അഭാവ് കി നിരന്തരത, തുടർച്ചയായി ഇല്ലായ്മ സഹിക്കേണ്ടി വരുന്നതിനെ അങ്കിത് കർത്തിഹെ സൂചിപ്പിച്ചിരിക്കുന്നു. യഹാം അകാൽ സെ ജുഡി ഗരീബി, ക്ഷാമത്തോട് ബന്ധപ്പെട്ട ദാരിദ്ര്യം, ഭൂക്ക് വിശപ്പ്, ഔർ പീഡ കഷ്ടപ്പാട് കെ യഥാർത്ഥ ഔർ മാർമിക് ചിത്രം, യഥാർത്ഥവും മർമ്മസ്പർശിയുമായ ചിത്രീകരണം ബഹുത്ത് കം ശബ്ദവും ഔർ ബിംബോങ്കെ സഹാരെ കിയാ ഗയാ ഹെ, വളരെ ചുരുങ്ങിയ ശബ്ദത്തിലും ബിംബ് പ്രതീകങ്ങളിലൂടെയും ചിത്രീകരിച്ചിരിക്കുന്നു.